സ്വാഗതം അതർവ്യൂവിലേക്ക്. അതർവ്യൂവിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണുള്ളത്. എഴുത്തുകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ, ചിന്തകൻ എന്നീ നിലകളിലൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത്. സവിശേഷ പ്രാധാന്യമുള്ള അതിഥി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഏത് വിധത്തിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്, ഏത് വിധത്തിലാണ് നമ്മൾ എതിർവായനയ്ക്ക് വിധേയമാക്കേണ്ടത് എന്ന ക്ലാരിറ്റി നൽകുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഡോക്ടർ ശ്യാംകുമാർ. ആ നിലയ്ക്കാണ് സവിശേഷ പ്രാധാന്യമുള്ള അതിഥി എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. സ്വാഗതം അതർവ്യൂവിലേക്ക്. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ എന്ന വിശേഷണ പദത്തോടു കൂടി അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മളുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ വ്യാഖ്യാനങ്ങൾക്കുള്ള അപകടത്തെക്കുറിച്ച് പലകുറി ശ്യാം സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുമുണ്ട്. എന്നിട്ടും നമ്മൾ ഈ രാമൻ എന്ന ബിംബത്തെ രാഷ്ട്രീയമായി ഗാന്ധിയുടെ രാമൻ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രാമനെ ഒഴിവാക്കാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്നുള്ള മട്ടിൽ നമ്മളുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പോലും സംസാരിക്കുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു അപകടം? വലിയ അപകടം പതിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. വളരെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബിംബവും ആണ് രാമൻ എന്നുള്ളത്. ആ രാഷ്ട്രീയ ബിംബം മാത്രമല്ല, അതിനെ വിമോചനാത്മകമായും മതേതരമായും ഒക്കെ കെട്ടഴിച്ച് വിടണമെന്ന് വാദിച്ചുറപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഹിന്ദുത്വത്തിന് നെയ്യ് കോരുന്ന പരിപാടി. ഹിന്ദുത്വത്തെ ഒരു അഗ്നിയായിട്ട് സങ്കല്പിച്ചാൽ അതിന് നെയ്യ് കോരുന്ന പരിപാടിയിലാണ് ഈ വിമോചനാത്മക പാഠങ്ങൾ അവതരിപ്പിക്കുന്നവർ ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വാദങ്ങൾക്ക് എന്തെങ്കിലും വസ്തുതാപരമായ പിൻബലങ്ങളുണ്ടോ, ആ ആഖ്യാനങ്ങൾക്ക് എന്തെങ്കിലും ചരിത്രപരമായ സാധുതയുണ്ടോ എന്ന വിഷയം നാം പരിശോധിക്കേണ്ടതാണ്. അതിലൊന്നാമത്തെ വാദം ഗാന്ധിയുടെ രാമനാണ് വിമോചനാത്മകമായൊരു രാമൻ. ഗാന്ധി പറഞ്ഞിരിക്കുന്നു, എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണ്. അപ്പോൾ രാമനെ ഒരു സത്യബോധത്തിൻ്റെ ബിംബമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഹിംസാത്മകമായ രാമനെ നേരിടാം എന്നുള്ള വാദമാണ് ഒന്നാമതായി അവതരിപ്പിക്കുന്നത്. ഈ വാദത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, ഗാന്ധി ഒരിക്കലും തൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ലെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്ന് ഗാന്ധി പറഞ്ഞു. പക്ഷേ ഗാന്ധി ഒരിക്കലും തൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ജഗദാനന്ദകാരകനായ രാമൻ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന രാമൻ, ആ രാമനെ അവതരിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന രാമനെ പ്രതിരോധിക്കാമെന്ന വിചാരം. ഈ ജഗദാനന്ദകാരകൻ എന്നുള്ള സങ്കല്പം വരുന്നത് ത്യാഗരാജൻ്റെ കൃതികളിൽ നിന്നാണ്. ത്യാഗരാജനാണ് ജഗദാനന്ദകാരകൻ എന്ന് കൃതി എഴുതി ആ കൃതിയിലൂടെ ഈ രാമനെ പുകഴ്ത്തിയത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ത്യാഗരാജൻ ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായ ത്യാഗരാജന് തീർച്ചയായും രാമൻ ജഗദാനന്ദകാരകനായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ബഹുജനങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് രാമൻ എങ്ങനെയാണ് ആനന്ദദായകനായി മാറുന്നത്? വാൽമീകി രാമായണം ഒന്ന് പരിശോധിക്കാം. ഈ രാമകഥാപാഠങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ ഗ്രന്ഥപാഠമാണല്ലോ വാൽമീകി രാമായണം. അത് ഒരു പ്രധാനപ്പെട്ട പാഠമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ വളരെ അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ രാമായണത്തിൽ താടകയെ വധിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വാക്യമുണ്ട് വാൽമീകി രാമായണത്തിൽ, ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം. പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതത്തിനായി താടകയെ വധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയും മറ്റൊരു കാര്യം, ശംഭൂകനെ വധിക്കുന്ന ഒരു രംഗമുണ്ട്. ശംഭൂകനെ വധിക്കുമ്പോൾ എന്തിനാണ് ശംഭൂകനെ രാമൻ വധിക്കുന്നത്? ഈ അയോധ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ബ്രാഹ്മണ ബാലൻ മരിക്കുകയാണ്. ബ്രാഹ്മണ ബാലൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണ ബാലൻ്റെ ശരീരവുമായി അയോധ്യയിൽ എത്തിച്ചേരുകയാണ്. എന്നിട്ട് അയോധ്യാധിപനായ രാമനോട് പറയുകയാണ്, ഈ രാജ്യത്ത് എന്തോ അരുതാത്ത കാര്യങ്ങൾ നടക്കുന്നു,
അപ്പോൾ അരുതാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം. എന്നാൽ മാത്രമേ തൻ്റെ മകന് ജീവൻ തിരിച്ചു കിട്ടും. രാമൻ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ പുരോഹിതനാണ് വസിഷ്ഠൻ. വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഏതോ ഒരു ശൂദ്രൻ ഈ രാജ്യാതിർത്തിയിൽ തപസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ബാലൻ മരിച്ചത്. ഉടനെ രാമൻ അന്വേഷിക്കാൻ പുറപ്പെടുക. അങ്ങനെ പോകുമ്പോൾ ഒരു സരസിൻ്റെ തീരത്ത് മരത്തിൽ തല തൂക്കിയിട്ടുകൊണ്ട് ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രൻ തപസ് ചെയ്യുക. ചെന്ന മാത്രയിൽ രാമൻ ചോദിച്ചു, താങ്കളുടെ യോനി ഏതാണ്? താങ്കൾ ഏത് യോനിയിലാണ് പിറന്നത്? പേര് പോലും അല്ല രാമൻ ചോദിക്കുന്നത്. താങ്കളുടെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കും. ഇവിടെ രാമൻ ശംഭൂകനോട് ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താണെന്നല്ല, താങ്കൾ പിറന്നത് ഏത് യോനിയിലാണ്? ക്ഷത്രിയ യോനിയിലാണോ, ബ്രാഹ്മണ യോനിയിലാണോ, വൈശ്യ യോനിയിലാണോ, ശൂദ്ര യോനിയിലാണോ? അപ്പോൾ ശംഭൂകൻ പറഞ്ഞു, ഞാൻ ശൂദ്ര യോനിയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞ് നാക്കെടുത്ത് വായ്ക്കകത്തോട് ഇടാനുള്ള സമയം പോലും കൊടുത്തില്ല. തൻ്റെ കയ്യിലിരുന്ന തിളങ്ങുന്ന വാളുകൊണ്ട് രാമൻ ശംഭൂകൻ്റെ തല വെട്ടിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെ ശംഭൂകൻ്റെ പ്രാണൻ ശരീരത്ത് നിന്ന് വെടിയുമ്പോൾ, ശരീരത്ത് നിന്നും മാറുമ്പോൾ ദേവന്മാർ മുഴുവൻ സന്തോഷിക്കുകയാണെന്ന് വാൽമീകി രാമായണം പറയുന്നു. അഗ്നിയും യമനും വായുദേവനും ഇന്ദ്രൻ ദേവനും ബലേഭേഷ് എന്ന് പറഞ്ഞു എന്ന് രാമായണം രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ നാരായണ ഗുരു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? പേരൂര് തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേരു മെയ് തന്നെ ചൊൽകയാൽ. നീ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ശരീരം തന്നെ തെളിയിക്കുന്നു ഇതൊരു മനുഷ്യനാണ്. പിന്നെ യോനി ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നാരായണ ഗുരുവിൻ്റെ എതിർപാഠമായിട്ട് രാമൻ ഇവിടെ നിൽക്കുന്നു. രാമൻ യോനി ഏതാണ്, ജാതി ഏതാണെന്ന് ചോദിക്കുക. ഇതൊരു സന്ദർഭം. ബാലിയെ വധിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ബാലിയെ വധിക്കുമ്പോൾ വാൽമീകിയുടെ രാമൻ വളരെ കൃത്യമായി പറയുന്നത്, മനുവിൻ്റെ ധർമ്മശാസനം അനുസരിച്ചാണ് താൻ ബാലിയെ വധിക്കുന്നത് എന്ന് ബാലിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ബാലിയുടെ മുഖത്ത് നോക്കി രാമൻ പറയുന്നു. ഗുഹൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കഥാപാത്രമുണ്ട് വാൽമീകി രാമായണത്തിൽ. അദ്ദേഹം നിഷാദ നായകന്. അദ്ദേഹം രാമനോട് വലിയ സൗഹൃദം സൂക്ഷിക്കുന്നു. രാമൻ തിരിച്ചു സൂക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് വാൽമീകി രാമായണം തന്നെ തെളിവ് നൽകുന്നു. ഗുഹൻ രാമനെ കണ്ടിട്ട് ധാരാളം ഫലമൂലാദികൾ രാമന് ഭക്ഷിക്കുവാനായി കൊണ്ടുചെല്ലുന്നു. പക്ഷേ രാമൻ അതൊന്നും സ്വീകരിക്കുകയോ കഴിക്കുകയോ ചെയ്തില്ല. പിന്നീട് രാമനെ അന്വേഷിച്ച് ഭരതൻ അവിടെ എത്തുമ്പോൾ, ഗുഹൻ്റെ വനപ്രദേശത്തെപ്പോൾ ഗുഹൻ ഭരതനോട് പറയുന്നുണ്ട്, ഞാൻ ഫലമൂലാദികൾ കഴിക്കുവാനായി രാമന് കൊണ്ടു കൊടുത്തുവെങ്കിലും രാമൻ അത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അദ്ദേഹം അത് സ്വീകരിച്ചില്ല. എന്താണ് ക്ഷത്രിയ ധർമ്മം? ഈ തൊട്ടുകൂടായ്മയും ഈ തീണ്ടിക്കൂടായ്മയും ഈ അസ്പൃശ്യതയും ഈ ചാതുർവർണ്ണയും നിലനിർത്തി പരിപാലിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം എന്ന് വളരെ വ്യക്തമായ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് രാമൻ വളരെ കൃത്യമായി പാലിച്ചു. ഇനി അയോധ്യ എന്ന് പറയുന്ന രാമരാജ്യ സങ്കല്പം എന്താണ്? വാൽമീകി രാമായണ അയോധ്യാകാണ്ഡത്തിൽ അതിനെപ്പറ്റിയുള്ള സൂചനയുണ്ട്, വളരെ വ്യക്തമായ സൂചന. അതിൽ പറയുന്നത്, ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യാഹ ക്ഷത്രമനുവ്രതാഹ ശൂദ്രാഹ സ്ത്രീൻ വർണ്ണാനുപചാരിണ. ബ്രാഹ്മണൻ പറയുന്നതനുസരിച്ച് ക്ഷത്രിയൻ ജീവിക്കണം, വൈശ്യന്മാർ ക്ഷത്രിയന്മാരെ അനുസരിച്ച് ജീവിക്കണം. ഈ മൂന്ന് വർണ്ണങ്ങളെ പെട്ടവരെയും പരിപാലിച്ചുകൊണ്ട് ശൂദ്രന്മാർ കഴിയണം. ഇതാണ് രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം. ഈ രാമരാജ്യ സങ്കല്പം എങ്ങനെ ആധുനിക ജനായത്ത സമൂഹത്തിന് യോജ്യമായ ഒരു സങ്കല്പമായി മാറിത്തീരും? അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും രാമരാജ്യ സങ്കല്പങ്ങളോ രാമസങ്കല്പങ്ങളോ ഒരർത്ഥത്തിലും വിമോചനാത്മകമായൊരു പാഠമേ അല്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നാം തിരിച്ചറിയേണ്ട രണ്ടാമത്തെ പ്രശ്നം, ഈ വിമോചനാത്മകമായൊരു രാമനെ അവതരിപ്പിച്ചുകൊണ്ട് നേരിടാം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വാദം. പ്രധാനപ്പെട്ട വാദം അങ്ങനെയാണ്. അതിനുവേണ്ടി ഭാഗവതത്തിലെ കാര്യങ്ങൾ പറയുക, വാൽമീകി രാമായണം പറയുക, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ധാരാളം രാമായണങ്ങളെപ്പറ്റി പറയുക. ആയിരക്കണക്കായ രാമായണങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് അവരുടെ പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു പ്രോസസ്സുണ്ട്. ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര്. അതായത് ബ്രാഹ്മണ്യത്തിന് എന്തിനേയും സാംശീകരിക്കാൻ പറ്റും. നിങ്ങൾ എത്രമാത്രം വിമോചനാത്മകമായൊരു ബിംബത്തെ അവതരിപ്പിച്ചാലും
അതിനെ സ്വാംശീകരിക്കാനുള്ളൊരു പ്രത്യേക ശേഷി ബ്രാഹ്മണ്യത്തിനുണ്ട് എന്ന് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് പറഞ്ഞു വെക്കുന്നു. ഉദാഹരണമായിട്ട് അവർ പറയുന്ന ബുദ്ധൻ്റെ കാര്യമാണ്. ബുദ്ധൻ വർണ്ണാശ്രമത്തിനെതിരായി നിലക്കൊണ്ടു, ജാതി വ്യവസ്ഥയ്ക്കെതിരായി വലിയ വെല്ലുവിളികൾ ഉയർത്തി, മറ്റൊരു സമ്പ്രദായം ആവിഷ്കരിച്ചു, മറ്റൊരു ഫിലോസഫി അവതരിപ്പിച്ചു. പക്ഷേ എങ്ങനെയാണ് ബൗദ്ധമതത്തിൻ്റെ വിപ്ലവത്തെ ബ്രാഹ്മണ്യം നിർവീര്യമാക്കിയത്? ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കിക്കൊണ്ട് ബുദ്ധനെ നിർവീര്യമാക്കാനാണ് ബ്രാഹ്മണ്യം ശ്രമിച്ചത്. അതുകൊണ്ട് നാം ഏത് വിമോചനാത്മകമായ രാമനെ പറ്റി പറഞ്ഞാലും ആത്യന്തികമായത് ഹിന്ദുത്വത്തിന് വെള്ളം കോരുന്ന പരിപാടിയായിട്ട് കലാശിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം, ഇതിനെ നിരസിച്ച ഒരു പാരമ്പര്യം വളരെ ശക്തമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ഇവർ മൗനം പാലിക്കുക. വിജയിച്ച പാരമ്പര്യമാണ് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1956 ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ചില പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞയിൽ പറയുന്നത്, ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല, ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് പൂജകൾ ചെയ്യിക്കില്ല, ഞാൻ ബലിയിടുകയില്ല എന്നിങ്ങനെ ധാരാളം പ്രതിജ്ഞ അദ്ദേഹം എടുക്കുന്നുണ്ട് ഈ പരിവർത്തനവുമായി ബന്ധപ്പെട്ട്. ക്രിസ്റ്റഫർ ജഫ്രലോട്ട് ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പരിവർത്തന പ്രക്രിയയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറോടൊപ്പം പങ്കെടുത്തത്. അതിനുശേഷമുള്ളൊരു മാറ്റത്തെ പറ്റിയും ജഫ്രലോട്ട് വിശദീകരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ തീവ്രമായി ബ്രാഹ്മണ മതത്തെ എതിർത്തിരുന്നു എന്നും ജീവിതം തന്നെ ആ രീതിയിലേക്ക് മാറ്റം വരുത്തിയെന്നും ജഫ്രലോട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് വിജയിച്ച ഒരു പാരമ്പര്യമാണെന്ന് അംബേദ്കറിനെ പരാജയപ്പെട്ട ഒരാളായിട്ട് പലരും വിലയിരുത്തുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ബ്രാഹ്മണ മതത്തെ നിശിതമായി വിമർശിച്ചതുകൊണ്ടും, രാമനെ നിശിതമായി വിമർശിച്ചതുകൊണ്ടും, കൃഷ്ണനെ നിശിതമായി വിമർശിച്ചതുകൊണ്ടും ആ വഴിയല്ല നമുക്ക് വേണ്ടതെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ വിജയിച്ച ഒരു പാരമ്പര്യമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടേതെന്ന് ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം തെളിവുകൾ ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു സവിശേഷ സാഹചര്യം വന്നാൽ, കേരളത്തിലെങ്കിലും വളരെ വിപ്ലവാത്മകമായൊരു നിലപാട് സ്വീകരിക്കാമല്ലോ ഈ പുരോഗമന ബുദ്ധിജീവികൾക്ക്. ഉത്തരേന്ത്യയിലുള്ള ഒരു തലത്തിലല്ല, നമുക്ക് അത്ര ആഴത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഹിന്ദുത്വത്തിൻ്റെ വലിയ ഭീകരമായ ഒരു സ്വാംശീകരണ പ്രക്രിയ കേരളത്തിലും വലിയ രീതിയിൽ നടന്നു വരുന്നുണ്ട്. എങ്കിൽ പോലും രാമൻ അത്ര വലിയ ആരാധനാ കഥാപാത്രമൊന്നുമല്ല കേരളത്തിൽ വളരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ പോലും രാമൻ വരുന്നത്. കേരളത്തിൽ 10-ാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ട ഒരു തന്ത്രഗ്രന്ഥത്തിലും രാമനെപ്പറ്റി യാതൊരു പരാമർശവും ഇല്ല. 10-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥം എന്ന് പറയുന്ന പ്രയോഗമഞ്ജരി, അതിനെ ശിവനെപ്പറ്റിയാണ് പറയുന്നത്. പിന്നീട് വരുന്ന ശൈവാഗമ നിബന്ധനം 11-ാം നൂറ്റാണ്ട്. പിന്നീട് വരുന്ന വിഷ്ണു സംഹിത, വിഷ്ണുവിനാണ് പ്രാമുഖ്യം. തന്ത്രസമുച്ചയത്തിൽ 7 ദേവതകളെ പറ്റിയ പരാമർശമുള്ളൂ, രാമനില്ല. ശേഷസമുച്ചയം, കുഴിക്കാട്ടുപച്ച, കൈനിക്കരപ്പച്ച, ഇതിലൊന്നും രാമനില്ല. രാമൻ വളരെ പിൽക്കാലത്താണ് വരുന്നത്. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ രാമപ്രതിഷ്ഠ എന്ന് പറയുന്ന, രാമക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നമ്മൾ വിഗ്രഹം ഒന്ന് പരിശോധിക്കണം. പലതും വിഷ്ണു, ചതുർബാഹുവായ വിഷ്ണുവിനെയാണ് ഇവർ രാമനായി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. കേരളത്തിൽ വളരെ ശക്തമായിരുന്നത് ഈ കാളി, കൂളി, മറുത, ചാത്തൻ, ചാമുണ്ടി ഇങ്ങനെയുള്ള തദ്ദേശീയ ആരാധനാമൂർത്തികൾക്കാണ് പ്രാബല്യം ഉണ്ടായിരുന്നത്. ആരാണ് കേരളത്തിലെ കൃഷ്ണനെ ആരാധിച്ചിരുന്നത്? ആരാണ് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ എഴുതിയത്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്നാനം നമ്പൂതിരിയും ആണ് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം എഴുതിയത്. അടിത്തട്ട് സമൂഹത്തിൻ്റെ ആരാധനാമൂർത്തി ആയിരുന്നില്ല കൃഷ്ണൻ. രാമനും അങ്ങനെ തന്നെയാണ്. വളരെ പിൽക്കാലത്താണ് രാമായണ പാരായണങ്ങൾ തന്നെ തുടങ്ങുന്നത്. അപ്പോഴും ആ കേരളത്തിലെ അടിത്തട്ട് ജനസമൂഹങ്ങളൊന്നും തന്നെ, ദളിത ബഹുജനങ്ങളൊന്നും തന്നെ രാമായണം വായിച്ച് പഠിച്ചിട്ടൊന്നും ഇല്ല. രാമായണ പാരായണങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരുപാട് വളരെ റീസെൻ്റ് ആയിട്ടാണ്. സംഘടിതമായി രാമായണ പാരായണം എന്താ പറയുക, ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും. തന്നെയല്ല, ഈ നാലമ്പല തീർത്ഥാടനം എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നു. അങ്ങനൊരു നാലമ്പലം എന്നൊരു സങ്കല്പം പോലും ഈ പ്രാചീന മധ്യകാലഘട്ടത്തിലില്ല എന്ന് കാണാം. നമ്മൾ ക്ഷേത്രഗ്രന്ഥവരി പരിശോധിക്കാം. 14-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം വരെയുള്ള വ്യത്യസ്ത ക്ഷേത്രഗ്രന്ഥവരികൾ നമുക്ക് ലഭ്യമായ, തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി, മതിലകം ഗ്രന്ഥവരി, അതുപോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ, ശിലാശാസനങ്ങളല്ല, ഇതെല്ലാം പരിശോധിച്ചാൽ രാമൻ അതിന് ഒരു റോളുമില്ല. വാഴപ്പള്ളി ശാസനമാണ് ഏറ്റവും പ്രാചീനമായ ശാസനം 8-ാം നൂറ്റാണ്ടിൽ. അതിൽ ശിവൻ്റെ ആരാധനകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യം പരിശോധിച്ച, ചരിത്രം പരിശോധിച്ച രാമന് യാതൊരു റോളും ഇല്ലെന്ന് കാണാം.
അതിരിക്കെ തന്നെ നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ഒക്കെ ഈ രാമനെ എതിർത്തൊരു പാരമ്പര്യമുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യൻ നാരായണ ഗുരുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഗുരു ഇങ്ങനെ പറയുന്നത്, എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഗുരു പറഞ്ഞു മറുപടി, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ രാമരാജ്യമായിരുന്നുവെങ്കിൽ തനിക്ക് സന്യസിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന പോയിൻ്റാണ് നാരായണ ഗുരു അവതരിപ്പിച്ചത്. എന്താ, നാരായണ ഗുരുവിന് അറിയില്ലായിരുന്നു വിമോചനാത്മകമായൊരു രാമബിംബത്തെ അവതരിപ്പിക്കാൻ? ഗുരു വിചാരിച്ചാൽ കഴിയുമായിരുന്നു. ഇന്നത്തെ സൈദ്ധാന്തിക ബുദ്ധിജീവികളെക്കാട്ടിലും ആഴത്തിലും പരപ്പിലും ഈ വിഷയം ഒരു സന്യാസി എന്ന നിലയ്ക്കും ഒരു വിമോചനാത്മക വിപ്ലവകാരി എന്ന നിലയ്ക്കും ഗുരുവിനത് കഴിയുമായിരുന്നു. പക്ഷേ ഗുരു രാമനെ ഏറ്റെടുത്തില്ല. ഗുരു ഒരിടത്തും രാമനെ പ്രതിഷ്ഠിച്ചില്ല. രാമൻ്റെ ഒരു സ്തോത്രകാവ്യങ്ങളും ഗുരു എഴുതിയില്ല. ഗുരു ഒരു കാര്യം കൂടെ എഴുതി, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും. കൊല്ലുന്നവർക്ക് ശരണ്യതയില്ല. അവരിനി എത്ര നന്മയുള്ളവരാണെങ്കിലും അവർക്ക് ശരണ്യതയില്ല. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് തന്നെ ഗുരു വളരെ വ്യക്തമാക്കി. അപ്പോൾ ഇങ്ങനെ രാമകൃഷ്ണ പാരമ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു പാരമ്പര്യം, അതിശക്തമായി നിശ്ചിതമായി വിമർശിച്ച ഒരു പാരമ്പര്യം കേരളത്തിലുണ്ട്. കേരളത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ SNDPയുടെ യോഗ വാർഷികത്തിൻ്റെ സന്ദർഭത്തിൽ വരികയുണ്ടായി. അദ്ദേഹം രാമനാമം ജപിക്കണമെന്ന് ആവശ്യപ്പെട്ടു മദൻ മോഹൻ മാളവ്യ. അപ്പോൾ പണ്ഡിറ്റ് CO കരുണാകരനും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രബുദ്ധ ഈഴവർ രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് മദൻ മോഹൻ മാളവ്യയെ നേരിട്ടത്. അതിനുശേഷം മാളവ്യ വന്നു എന്ന് പറഞ്ഞൊരു ലേഖന സഹോദരൻ അയ്യപ്പൻ എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ, ജോർജ് രാജ്യം ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും ഈയമുരുക്കി ഒഴിക്കലും നാക്കറുക്കലും തുടരുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. കാരണം രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ബഹുജനങ്ങളെ പുറന്തള്ളുന്ന, അവരുടെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കുന്ന പരിപാടിയാണ് എന്ന് സഹോദരൻ അയ്യപ്പന് വളരെ വ്യക്തമായിട്ടറിയാമായിരുന്നു. അയ്യപ്പൻ വിജയിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം സഹഭോജനവും സഹജീവനവും കണ്ടു. മനുഷ്യർ പരസ്പരം ജാതിമതഭേദങ്ങൾ മറന്ന് വിവാഹം കഴിക്കുന്നത് കണ്ടു. മനുഷ്യർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. പ്രാതിനിധ്യ ജനായത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് കണ്ടു. ഇങ്ങനെ ഇലക്ഷന് മത്സരിച്ച് ജയിച്ച ആളാണെന്ന് ഓർക്കണം. എന്നിട്ട് നമ്മൾ പറയുകയാണ് സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ആളാണെന്ന്. വിജയിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് വളരെ കൃത്യമായിട്ട് തെളിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഡോക്ടർ BR അംബേദ്കറുടെ, മഹാത്മാ ഭൂലെയുടെ, നാരായണ ഗുരുവിൻ്റെ പാരമ്പര്യത്തെ വീണ്ടെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ നേരിടാൻ പറ്റത്തുള്ളൂ. അതിനെ നിരസിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്നത് പോലെ ക്ഷേത്രങ്ങൾ തോറും നടന്നിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ച് ഇതിനകത്ത് വലിയൊരു അപകടം പതിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കുലദൈവമാക്കി രാമനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അയോധ്യയെ ഒരു സെമറ്റിക് മതത്തിൻ്റെ മാതൃകയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ ഒരു ഏകാത്മകമായ ഹിന്ദുവിനെ നിർമ്മിക്കുക. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു മതപാരമ്പര്യമോ അങ്ങനത്തെ ഒരു വിശ്വാസ പാരമ്പര്യമോ ഉള്ള ഒരു ജനസമൂഹമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് വ്യവഹരിക്കപ്പെടുന്നവർ. പല ജാതികളിൽപ്പെട്ടവർ, പലതരം വിശ്വാസങ്ങളുള്ളവർ, പലതരത്തിൽപ്പെട്ട ദൈവങ്ങളുള്ളവർ, ഒരുപാട് ദൈവങ്ങളുള്ളവർ. കേരളത്തിലെ സംബന്ധിച്ച് കാളിയോടാണ് കൂടുതൽ വിശ്വാസം. രാമനോട് അത്രമേൽ വിശ്വാസമൊന്നുമില്ല, കാളിയോട് വിശ്വാസം. ഉത്തരേന്ത്യയിലും കേരളത്തിലൊക്കെ സന്ദർശിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു അസുഖം വന്നാൽ അമ്മ പോവുക അമ്പലത്തിലേക്കായിരുന്നില്ല, തൊട്ടടുത്ത മുസ്ലിം പള്ളിയിലേക്ക് മുസ്ലിയാരെ കാണാനാണ് പോവുക. അതിൻ്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, വിശ്വാസത്തിന് ഇങ്ങനൊരു ബഹുസ്വര പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ നാട്ടിൽ കരുനാഗപ്പള്ളിയിലൊരു ദർഗയുണ്ട്, ഒരു മുസ്ലിം സിദ്ധൻ്റെ കബറിടം. ആളുകൾ മനപ്രയാസം വരുമ്പോൾ അത്തരം ദർഗകളിലേക്കാണ് പോകുന്നത്. ഈ ഡൽഹിയിൽ പോയാൽ അത്തരം ധാരാളം ദർഗകളുണ്ട്. ഈ ദർഗകളോട് മനുഷ്യർക്ക് വലിയ വിശ്വാസമുണ്ട്, വലിയ ആരാധനകളുണ്ട്, അവർ വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വിശ്വാസ പാരമ്പര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി രാമനെ കേന്ദ്രീകരിക്കുന്ന ഒരു ആരാധനാ പാരമ്പര്യം വെച്ച് കെട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിടുന്നത്.
അങ്ങനത്തെ ഒരു രാമൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ ഈ ഇത് പറയുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയും ഈ കേരളവും രണ്ടായി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, അതായത് അധികാര രാഷ്ട്രീയം ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ കുറെ കൂടെ ഈ ഗാന്ധിരാമനെ ഉണ്ടാക്കുന്നതിന് പ്രേരകമായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ അംബേദ്കറിൻ്റെ പാരമ്പര്യം പിന്തുടരാൻ വിസമ്മതിച്ച ആളുകളുടെ പിന്മുറക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബിംബത്തെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആ ബിംബത്തെ പൂർണ്ണമായും തള്ളിക്കളയുക പ്രയാസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കേരളത്തിലെ സാഹചര്യം തീർത്തും ഭിന്നമാണ്. കേരളത്തിൽ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ഇതിനോട് കലഹിച്ച് അതിൻ്റെ ആ കലഹം കൊണ്ട് ഫലമുണ്ടാക്കിയ ആളുകളുടെ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ പോലും ഈ പറയുന്ന ഹിന്ദുയിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുത്വത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പോൾ രാമരാജ്യം, ഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ രാമൻ, നിങ്ങളുടെ രാമനല്ല എന്ന് പറയുന്ന നറേറ്റീവ്, അതുപോലെ ഹിന്ദുത്വയെ എതിർക്കാനായിട്ട് ഭാഗവതത്തെ അല്ലെങ്കിൽ ഭഗവത്ഗീതയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, മഹാഭാരത വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വയെ ചെറുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇത്തരം ശ്രമങ്ങൾ ആത്യന്തികമായി ഈ പറയുന്ന ശക്തികളെ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിൽ വലിയ പങ്ക് വഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും സംശയരഹിതമായൊരു കാര്യമാണ്. ഈ മഹാഭാരതത്തിനെ മതേതരമായി കെട്ടഴിച്ചു വിട്ടും അതിൻ്റെ ബഹുസ്വര പാഠപാരമ്പര്യങ്ങളെ വീണ്ടെടുത്തുകൊണ്ടും ഹിന്ദുത്വത്തെ നേരിടാമെന്നൊരു ധാരണയുണ്ടല്ലോ. ആ ആഖ്യാനം അടിസ്ഥാനപരമായി ഹിന്ദുത്വത്തെ സഹായിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഇവർ RSSന് വെള്ളം കോരുന്ന പരിപാടിയിലാണ് ഇത്തരം ബുദ്ധിജീവികൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മഹാഭാരതത്തെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ കഥകൾ, അതിലെ സുഭാഷിതങ്ങൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ആത്യന്തികമായി ബ്രാഹ്മണ്യ സ്ഥാപനമാണ് മഹാഭാരതം ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ആദ്യം മുതൽ നമുക്ക് പരിശോധിക്കാം. അതിലെ ആസ്തിക പർവ്വതത്തിൽ പറയുന്നൊരു കഥയുണ്ട്. ഒരാൾക്ക് സന്താനമില്ലാതെ വരുമ്പോൾ ഈ രാജാവ് തൻ്റെ ഭാര്യയെ ഒരു ബ്രാഹ്മണനായ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വിടുക, അപ്പോൾ നല്ല മക്കളുണ്ടാവും എന്ന സങ്കല്പം. ഇങ്ങനെ ബ്രാഹ്മണ്യത്തെ ന്യായീകരിക്കുന്ന, സാധൂകരിക്കുന്ന എത്രയോ കഥകളുണ്ട്. മറ്റൊരു കഥയാണ്, പരീക്ഷിത്ത് മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോയപ്പോൾ ശമീക മഹർഷി തപസ്സി, ഇദ്ദേഹം രാജാവാണല്ലോ, രാജാവിനെ കണ്ടിട്ട് ശമീക മഹർഷി അറിഞ്ഞില്ല. കാരണം അദ്ദേഹം ധ്യാനത്തിൽ നിമഗ്നനായിട്ടിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ട് ഈ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു. തൻ്റെ പുത്രൻ വരുമ്പോൾ കാണുന്നത് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പ് കിടക്കുന്നു. ദേഷ്യം വന്നു പുത്രന്, അദ്ദേഹം ശപിച്ചു. ഇത് ചെയ്ത പരീക്ഷിത്ത് മഹാരാജാവ് 7ാമത്തെ ദിവസം പാമ്പ് കടിച്ച് മരിക്കാനിടയാകട്ടെ. അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു നദിയുടെ മധ്യത്തിൽ ഒരു വലിയ കൂടാരം ഉണ്ടാക്കി അതിനകത്ത് താമസിച്ച് ശുഗമഹാമുനി, വ്യാസൻ്റെ പുത്രൻ ശുഗമഹാമുനി വന്ന് ഇദ്ദേഹത്തോട് കഥകൾ പറഞ്ഞു കൊടുക്കുക. ഏത് കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഭാഗവത പുരാണമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഭാഗവതത്തിലാണ് സ്ത്രീകളുടെ ജോലി ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണെന്നും വർണ്ണാശ്രമ ധർമ്മമാണ് എല്ലാവരും പാലിക്കേണ്ടത് എന്നും ചാതുർവർണ്ണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക വ്യവസ്ഥയെന്നും പറയുന്ന ഗ്രന്ഥപാഠം 7 ദിവസം വായിച്ചു കൊടുക്കുക പരീക്ഷിത്ത് മഹാരാജാവിന്. അവസാന ദിവസം ഒരു ഫലം കഴിക്കാനായിട്ട് ശുഗൻ്റെ ആ ഒരു ഇരിപ്പിടത്തിലേക്ക് വരുമ്പോൾ ആ ആപ്പിളിനകത്തുനിന്നൊരു പുഴു ഇറങ്ങി വരികയും പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകനായി മാറിയ പാമ്പ് കൊല്ലുകയും ചെയ്യുമെന്നുള്ളതാണ് കഥ. ഈ കഥ എന്താണ് ചെയ്യുന്നത്? ഈ കഥ ബ്രാഹ്മണരുടെ ശാപം വലിയ ദുരിതം ചെയ്യുമെന്നും അത് ഫലിക്കുമെന്നുമുള്ള കഥയാണ് ഈ പരീക്ഷത്തിൻ്റെ. ഈ കഥ തടയാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് ഇടയിലേക്ക് ഈ കഥ പ്രക്ഷേപിക്കുന്നത് ബ്രാഹ്മണ്യ പൗരോഹിത്യത്തെ ഒരു കാരണവശാലും ഉല്ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഏത് കഥ എടുത്താലും എല്ലാ കഥകളും ആത്യന്തികമായി ഈ ബ്രാഹ്മണ്യ യാഥാസ്ഥിതിക വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന, ചാതുർവർണ്ണയത്തെ, വർണ്ണാശ്രമ ധർമ്മത്തെ ന്യായീകരിക്കുന്ന ഒന്നായി മാത്രമേ കലാശിക്കുകയുള്ളൂ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അത് വളരെ ബഹുസ്വരമാണെന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചരിത്രകാരനായ യുവാൽ നോവ ഹരാരി പറയുന്നൊരു കാര്യമുണ്ട്. ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു രേഖ മാത്രം എടുക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന്.
യുവാൽ നോവ ഹരാരി നിരീക്ഷിക്കുന്നുണ്ട്. ഈ പരിപാടിയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്നു ഗാന്ധിയുടെ രാമനാണ് വിമോചനാത്മകമായ രാമൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ല തൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന്. വാൽമീകിയുടെ രാമൻ വിമോചനാത്മകമായ രാമനാണോ? നമുക്ക് വാൽമീകിയുടെ രാമായണം എടുത്ത് പരിശോധിക്കാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശംഭൂകനെ കൊന്ന, താടകയെ കൊന്ന, ബാലിയെ ചാതുർവർണ്ണയത്തിന് വേണ്ടി കൊന്ന രാമൻ ബ്രാഹ്മണർക്ക് മാത്രം ദാനം നൽകുന്ന, വനവാസത്തിന് പോകുന്നുണ്ടല്ലോ, വനവാസത്തിന് പോകുമ്പോൾ കൗസല്യയോട് പറയുന്ന ആ യജുർവേദികളായ ബ്രാഹ്മണരെ വിളിക്കാനാണ് പറയുന്നത്. എന്തിന്? ദാനം കൊടുക്കാൻ. ഒരു പാവപ്പെട്ടന് ദാനം കൊടുക്കുന്നതിനെ പറ്റിയുള്ള സങ്കല്പം പോലും ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിലില്ല. അങ്ങനൊരു സങ്കല്പമേ ഇല്ല. ഈ കുചേലവൃത്തം കഥ എന്താണ് നമ്മളോട് പറയുന്നത്? കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ വരിക. കൃഷ്ണനെ കാണാൻ വന്നിട്ട് ഈ തൻ്റെ ദാരിദ്ര്യ ദുഃഖം കൃഷ്ണനോട് പറയുക. ഉടനെ കൃഷ്ണൻ അനുഗ്രഹിച്ചു, അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മാറി. ഈ കുചേല ദാരിദ്ര്യ കഥയാണ് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ EWS സാധ്യമാക്കിയത്. EWS സാധ്യമാക്കിയത് ഈ കുചേലവൃത്തം കഥകളാണ്. കാരണം കുചേലൻ എന്ന് പറയുന്ന സുധാമാവെന്ന് അദ്ദേഹത്തിൻ്റെ അപര പേര്. അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? സ്വത്തില്ലാത്തതാണോ പ്രശ്നം? അദ്ദേഹം സ്വയം എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇന്ത്യയിൽ ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല. ആ കഥയിലും ഇല്ല. കഥയിൽ പിന്നെ ചോദ്യമില്ലല്ലോ. പക്ഷേ കഥ വായിക്കുമ്പോഴും നമ്മളങ്ങനെ ചോദ്യം. പക്ഷേ ഇത് ഭഗവത് ഭക്തിയുടെ ഉദാഹരണമായിട്ട് ഇത് മാറിത്തീരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണനും രാമനും ഇന്ത്യയിലെ കീഴാളരെയോ ഇന്ത്യയിലെ ബഹുജനങ്ങളെയോ ഒന്നും ഈ അർത്ഥത്തിൽ അനുഗ്രഹിക്കാതെ പോയത്? എന്തുകൊണ്ട് കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ മാത്രം അനുഗ്രഹിച്ചു? ഇന്ത്യയിൽ ദരിദ്ര ജനകോടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭക്തിയെപ്പോലും ബ്രാഹ്മണ്യത്തെ നിലനിർത്തുന്ന ഭക്തിയായിട്ട് സാധൂകരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇത്തരം കഥകളെയെല്ലാം തന്നെ സഹോദരൻ അയ്യപ്പൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അധകൃതരെ കൂടുതൽ അധകൃതരാക്കുവാനല്ലാതെ ഈ അമ്മുമ്മ കഥകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന്. അതുകൊണ്ട് അധകൃതരാക്കപ്പെട്ടവർ ഈ അമ്മുമ്മ കഥകൾ ഉപേക്ഷിക്കണമെന്ന്. പക്ഷേ ഇവർ വാദിക്കുന്നത് ഇത് ജനങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചില നീതിയുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വിമോചിപ്പിക്കാമെന്നാണ് ഒരു ധാരണ. ജനങ്ങളെല്ലാം വിശ്വാസികളാണ്. അപ്പോൾ നമുക്ക് വിശ്വാസികളെ എങ്ങനെ അഭിസംബോധന ചെയ്യും? അത് നമുക്ക് നീതിയുള്ളൊരു രാമനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാം. ഇതാണ് പ്രധാനപ്പെട്ടൊരു വാദം. അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, തത്വമസി എന്ന് പറയുന്ന ആശയം കുറേ കാലമായിട്ട് ഇന്ത്യയിലുണ്ട്. ചാന്തോക്യോപനിഷത്തിലൊരു പ്രധാനപ്പെട്ട വാക്യമാണ് തത്വമസി. തത്വമസി നിലനിൽക്കുന്ന ഈ രാജ്യത്താണ് ജാതി വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും ഇല്ലാത്തത്. അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീതിപരമായ പാഠങ്ങൾ, മതാത്മക പാഠങ്ങൾ, ആ മതാത്മകമായ നീതി പാഠങ്ങൾ കൊണ്ട് മതത്തെ നേരിടാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ബ്രാഹ്മണ്യത്തോട്. ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂന്ന. നിങ്ങൾക്ക് എങ്ങനെ ഒരേ സമയം ഭരണഘടനാ ധാർമ്മികതയെ പറ്റിയും രാമനെ പറ്റിയും പറയാൻ കഴിയും? തത്വമസി. പക്ഷെ അവിടെ ഇതുവരെ ഒരു അബ്രാഹ്മണ മേൽശാന്തിക്ക് നിയമനം ലഭിച്ചിട്ടില്ല. ഗുരുവായൂരിൽ നിയമനം ലഭിച്ചിട്ടില്ല. പാചകക്കാരനായിട്ട് പോലും ഒരു അബ്രാഹ്മണന് നിയമനം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ പുരോഗമന ബുദ്ധിജീവികൾ ചെയ്യുന്നൊരു കാപട്യം, ഒരേ സമയത്ത് ഇവർ ഭരണഘടനയെ പറ്റി പറയും, അതേ വശത്ത് തന്നെ ഇവർ എന്തു ചെയ്യും? നല്ല രാമനെ പറ്റി പറയും. ഇത്തരം നറേറ്റീവുകളെല്ലാം ആത്യന്തികമായി ഹിന്ദുത്വത്തെ സഹായിക്കാൻ മാത്രമേ ഉതകൂ. മറ്റൊരു നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയെ പുലർത്തുന്ന, അതിനെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വരികയെന്നുള്ളത് ജനങ്ങളോട് അത് തുറന്നു പറയാതെ ഇനി രക്ഷയൊന്നുമില്ല. ജനങ്ങളോട് ഈ സത്യം തുറന്നു പറയുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ പോം വഴിയുള്ളൂ. സഹോദരൻ അയ്യപ്പനെ പോലെ, ഗുരുവിനെ പോലെ, അംബേദ്കറെ പോലെ ഈ സത്യം തുറന്നു പറയുക. ഹിന്ദുയിസത്തിൻ്റെ പ്രഹേളിക എന്ന് പറയുന്ന പുസ്തകം അംബേദ്കർ എഴുതിയിട്ടുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതി. എത്രയോ പുസ്തകങ്ങൾ, എത്രയോ ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളെല്ലാം ഈ ബ്രാഹ്മണ്യ പാഠങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ രംഗത്ത് വന്നത്. ആ അംബേദ്കറിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇവർ നല്ല രാമനെ പറ്റി പറയുന്നത്. അതേസമയത്ത് ഇവർ അംബേദ്കറെ പറ്റിയും പ്രഭാഷണം നടത്തും, ഗുരുവിനെ പറ്റി പ്രഭാഷണം നടത്തും, ഭരണഘടനയെ പറ്റി പ്രഭാഷണം നടത്തും. അതിൽ തന്നെ എന്തോ അപകടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വിഷയം, ഈ പുരോഗമന ബുദ്ധിജീവികൾ പറയുന്ന അതേ ആശയം ഇപ്പോൾ സംഘപരിവാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അവരും പറയുന്നത് എന്താണ്? ഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ രാമൻ, ഞങ്ങളുടെ രാമനാണ് അയോധ്യയിലെ രാമൻ, അയോധ്യയിലെ രാമനാണ് ജനഹൃദയങ്ങളിലെ രാമൻ. അപ്പം പുരോഗമന ബുദ്ധിജീവികളും
സംഘപരിവാരികളും ഒരേ വാദം ഉന്നയിച്ചാൽ അതിൽ നിന്ന് നമ്മൾ സാമാന്യ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ രണ്ടുപേരുടെ ആശയം ഒന്നാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.